ട്രാക്ക് 1 PSCയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് SCERT സീരീസ് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ എടുക്കുന്നത്. ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പേജ് കണ്ടോ? എന്താ അതില് ഒരു പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നുണ്ടോ? വഗാഡ മഹാരാജൻ ന്റെ ഒരു എന്താ പറയാ ഒരു കുറിപ്പാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതായത് ആൻഷ്യന്റ് ഇന്ത്യൻ ഇൻസ്ക്രിപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളതാണ്. വിജയം ദീർഘായുസ്സും ഇഹപരലോകങ്ങളിൽ ക്ഷേമ സമാധാനങ്ങളും കൈവരുന്നതിനായി ഈ ഗ്രാമത്തിന്റെ പകുതി നാം ബ്രാഹ്മണർക്ക് ദാനം നൽകുന്നു. ചതുർവേദങ്ങളാലും മുൻ രാജാക്കന്മാരാലും അംഗീകരിക്കപ്പെട്ട ആചാരപ്രകാരമുള്ള ഒഴിവുകൾ ഈ ഭൂമിദാനത്തിനും ബാധകം ആയിരിക്കുന്നതാണ്. അവ ഇതര പ്രദേശങ്ങൾ പോലെയല്ല. ഇവിടെ ഭരണം ഉപ്പും മദ്യവും ഊറ്റിയെടുക്കരുത്. രാജകീയ ഖജനാവിലേക്ക് പണമോ ഭക്ഷ്യസാധനങ്ങളോ ഒടുക്കേണ്ടതില്ല. രാജാവിനായി പൂക്കളോ പാലോ നൽകേണ്ടതില്ല. ഉദ്യോഗസ്ഥർക്ക് പശുവിനെയോ കാളയോ നൽകേണ്ടതില്ല. അതായത് ഭൂമിദാനത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. ബ്രാഹ്മണർക്ക് ഭൂമി പതിച്ചു നൽകിയതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആരാ പറയുന്നത്? വാഗട രാജാവായിരുന്ന വിദ്യാശക്തി രണ്ടാമന്. ആരാ? വാഗട രാജാവായിരുന്ന വിദ്യാശക്തി രണ്ടാമൻ. കാലഘട്ടം ഏതാ? 3555 മുതൽ 400 CE. പുറപ്പെടുവിച്ച ഉത്തരവാണിത രാജാവിന്റെ കൈവശമുള്ളതിനാൽ കുറച്ചു ഭൂമി പ്രത്യേക അവകാശങ്ങളോടെ ബ്രാഹ്മണർക്ക് കൈമാറുന്നത് സംബന്ധിച്ചാണ് ഈ ഉത്തരവിൽ പരാമർശിക്കുന്നത്. എന്താ പറയുന്നത്? രാജാവിന്റെ കൈവശമുള്ളതില് കുറച്ചു ഭൂമി പ്രത്യേക അവകാശങ്ങളോടെ ബ്രാഹ്മണർക്ക് കൈമാറുന്നത് സംബന്ധിച്ച ഒരു ഉത്തരവാണിത്. മേലെ കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരവ് ആണിത്. ഇത് ഭൂമിദാനം എന്നാണ് അറിയപ്പെട്ടത്. ഇത് ഏത് പേരിൽ അറിയപ്പെട്ട? ഭൂമിദാനം. അപ്പൊ എന്താണ് നമ്മൾ ഇതിൽ കാണാൻ പോണെ? രാജാവ് ഭൂമിദാനം നൽകുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഭൂമിദാനങ്ങൾ ആരംഭിച്ചത് എന്ന്, എന്തുകൊണ്ട്? ഇത്തരം ദാനങ്ങൾ സാധാരണമായിരുന്നോ? ബുദ്ധകൃതികളിലെ ഭൂമിദാനത്തെക്കുറിച്ചുള്ള സൂചനകൾ കാണാം. എന്നാൽ അത് ദൂരവ്യാപകവുമായ ഫലങ്ങൾ സൃഷ്ടിച്ചത് മൗര്യന്മാർക്ക് ശേഷമാണ്. അപ്പൊ നമ്മൾ കണ്ടു അല്ലെ, ബുദ്ധന്മാരെ കുറിച്ചും മൗര്യന്മാരെ കുറിച്ചിട്ടൊക്കെ കണ്ടില്ലേ? അതിന് ശേഷമുള്ള കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. മൗര്യ രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി രാജവംശങ്ങൾ അധികാരത്തിൽ വന്നു. അത് ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് കുശാനന്മാര്, അടുത്തത് ഗുപ്തന്മാര്, അടുത്തത് ശാകന്മാര്, അടുത്തത് വാകാടകന്മാര്, അതുപോലെ ശതവാഹനന്മാര്, ചോളന്മാര്, ചേരന്മാര്, പാണ്ഡ്യന്മാര്. ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ നിങ്ങൾ? അപ്പൊ നമ്മള് മൗര്യ സാമ്രാജ്യത്തിന് ശേഷം ഉയർന്നു വന്ന പിന്നെ എന്താ പറയാ രാജവംശങ്ങളായിരുന്നു കുശാനന്മാരും ഗുപ്തന്മാരും ശാകന്മാരും വാകാടകന്മാരും ശതവാഹനന്മാരും ചോളന്മാരും അതുപോലെ ചേരന്മാരും പാണ്ഡ്യന്മാരെല്ലാം. ഇനി എന്താണ് ഭൂമിദാനം? ഇവരിൽ ഡെക്കാൻ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ അപ്പൊ ശതവാഹന രാജാക്കന്മാർ അന്നത്തെ സാമൂഹ്യ ഘടനയിൽ മുന്നിൽ നിന്നിരുന്ന ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്താനായി അവർക്ക് ഭൂമി ദാനം നൽകിയിരുന്നു. ശതവാഹനന്മാരെ കേന്ദ്രീകരിച്ചിരുന്ന സ്ഥലം എവിടെയായിരുന്നു? ഡെക്കാൻ പ്രദേശത്താണ് കേട്ടോ. ഡെക്കാൻ പ്രദേശത്ത്. ശതവാഹനന്മാർ എവിടെയായിരുന്നു? ഇത് എവിടെയല്ലേ നമ്മൾ പഠിച്ചതല്ലേ? ശതവാഹനന്മാർ ഏത് പ്രദേശത്തായിരുന്നു? ഡെക്കാൻ പ്രദേശത്ത്. അവരെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ടാണ് എന്ത് കൊടുത്തത്? ഭൂമി ദാനം നൽകിയിരുന്നത്. 4ാം നൂറ്റാണ്ടോടുകൂടി പാടലപുത്രം കേന്ദ്രമാക്കി അധികാരത്തിൽ വന്ന ഗുപ്ത രാജാക്കന്മാരുടെ കീഴിൽ ഈ വ്യവസ്ഥ വിപുലമാക്കപ്പെട്ടു. അപ്പൊ എന്താ പറയുന്നത്? ഗുപ്ത രാജാക്കന്മാരുടെ തലസ്ഥാനം എവിടെയാ? പാടലിപുത്രം. ഗുപ്ത രാജാക്കന്മാരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? പാടലിപുത്രം. അവിടുത്തെ ഭൂമിദാനത്തിലെ വ്യത്യാസങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ഗുപ്ത? അതിന് മുമ്പ് നമുക്ക് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം. ഏതൊക്കെയാണ് ഗുപ്ത രാജാക്കന്മാര്? ഗുപ്ത രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്ന ശ്രീഗുപ്തനായിരുന്നു. ആരാ ഗുപ്ത രാജ്യം സ്ഥാപിച്ചത്? ശ്രീഗുപ്തനാണ്. ആരെ സ്ഥാപിച്ചത്? ശ്രീഗുപ്തനായിരുന്നു. മറ്റ് പ്രമുഖ രാജാക്കന്മാർ ഏതൊക്കെയായിരുന്നു? ചന്ദ്രഗുപ്ത ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്ത രണ്ടാമൻ, കുമാരഗുപ്തൻ, സ്കന്ദഗുപ്തൻ. ആരൊക്കെ? ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, കുമാരഗുപ്തൻ, അതുപോലെ സ്കന്ദഗുപ്തൻ. ഇനി ഭൂമിദാനത്തിലെ വ്യത്യാസം, രണ്ട് രാജാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാന്ന് പറയുന്നത്? ശതവാഹനന്മാരും അതുപോലെ തന്നെ എന്താ പറയുന്നത് ഗുപ്തന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാന്നാ പറയുന്നത്. ഈ ശതവാഹനന്മാര് എന്താ ചെയ്തുകൊണ്ടിരുന്ന? ഭൂമിയിലെ വിഭവങ്ങൾക്കുള്ള അവകാശം മാത്രം നൽകി. എന്താ ചെയ്യുന്നത്? ഭൂമിയിലെ വിഭവങ്ങൾക്കുള്ള അവകാശം മാത്രമാണ് ആര് കൊടുത്തത്? ഭൂമിദാനത്തിലൂടെ കൊടുത്തത്? ശതവാഹനന്മാര് കൊടുത്തിരുന്നത്. ഓക്കെ. ഇനി അതുപോലെ ഗുപ്തന്മാരാണെങ്കിലോ, ഗുപ്തന്മാർ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഭൂമിയിലെ വിഭവങ്ങൾക്കൊപ്പം അവിടെ അധിവസിക്കുന്ന ജനങ്ങൾക്ക് മേലുള്ള അധികാരം നൽകി. എന്താ പറയുന്ന? ഭൂമിയിലെ വിഭവങ്ങളും കൊടുത്തു, അതുപോലെ തന്നെ എന്തും കൊടുത്തു? അവിടെ താമസിച്ച ജനങ്ങളുടെ മേലുള്ള അധികാരങ്ങളും നൽകി. ഓക്കെ, കിട്ടിയോ? അപ്പൊ ഭൂമിദാനത്തിലെ വ്യത്യാസം, ശതവാഹനന്മാരെന്താണ്? ഭൂമിയിലെ വിഭവങ്ങൾക്ക് മാത്രമേ അവകാശം നൽകിയിരുന്നുള്ളൂ. എന്നാൽ ഗുപ്തന്മാരാണെങ്കിലോ ഭൂമിയിലെ വിഭവങ്ങൾക്കൊപ്പം അവിടെ വസിക്കുന്ന ജനങ്ങൾക്ക് മേലുള്ള അധികാരവും നൽകി.
ഇനി ഗുപ്ത കാലത്തിലെ ഭൂമിദാന പ്രക്രിയയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദാനം ചെയ്യപ്പെട്ട ഭൂമിയിലെ രാജാവിന്റെ സ്വാധീനം കുറഞ്ഞു. ഒന്നാമതായിട്ട് എന്താ പറയുന്നത്? ദാനം ചെയ്യപ്പെട്ട ഭൂമിയില് രാജാവിന്റെ സ്വാധീനം കുറഞ്ഞു. എന്താ പറയുന്നത്? ദാനം ചെയ്യപ്പെട്ട ഭൂമിയില് രാജാവിന്റെ സ്വാധീനം കുറഞ്ഞു. ദാനം ചെയ്യപ്പെട്ട ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിവിനും നീതിന്യായ നിർവഹണത്തിനുമായുള്ള അധികാരം ഭൂവുടമസ്ഥതയ്ക്കൊപ്പം കൈമാറ്റം ചെയ്യപ്പെട്ടു. എന്താ പറയാ? ദാനം ചെയ്യപ്പെടുന്ന ഭൂമിയില് നികുതി പിരിക്കാനും അതുപോലെ തന്നെ നീതിന്യായ നിർവഹണത്തിനുള്ള അധികാരവും ഈ ഭൂമി നൽകുന്നതോടൊപ്പം തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടു. ഓർത്തിരിക്കണം കേട്ടോ. നികുതി പിരിവൊക്കെ എവിടെ കൊടുക്കുന്നുണ്ട്? ഗുപ്ത രാജാക്കന്മാര് കൊടുക്കുന്നുണ്ട്. ദാനമായി കിട്ടുന്ന ഭൂമി തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീണ്ടും ദാനമായി നൽകാനുള്ള അവകാശവും ഭൂമി ദാനമായി കിട്ടിയവർക്ക് ലഭിച്ചു. അപ്പൊ എന്ത് ചെയ്യാ? ഇവർക്ക് കിട്ടുന്ന ഭൂമി അവർക്ക് എന്ത് ചെയ്യാം? വേറൊരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ സാധിക്കും? ദാനമായിട്ട് നൽകാൻ സാധിക്കും. അത് ഓർക്കണം കേട്ടോ. ദാനമായിട്ട് നൽകാൻ സാധിക്കും. ക്രമേണ രാജാവും പ്രഭുക്കളും തങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്കുള്ള പ്രതിഫലം പണമായി നൽകാതെ ഭൂമി ദാനത്തിലെ രൂപത്തിൽ നൽകി തുടങ്ങി. എന്താ പറയുന്നത്? ക്രമേണ രാജാവും പ്രഭുക്കന്മാരൊക്കെ എന്താക്കി? തങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്കുള്ള പ്രതിഫലം പണമല്ലാതെ എങ്ങനെ കൊടുത്തു തുടങ്ങി? ഭൂമിയായിട്ട് തന്നെ കൊടുത്തു തുടങ്ങി. അപ്പൊ പ്രതിഫലമായിട്ട് എന്ത് കൊടുക്കാനായിട്ട് തുടങ്ങി? ഭൂമി തന്നെ കൊടുക്കാൻ തുടങ്ങി. രാജാവിൽ നിന്ന് ഏറ്റവും അധികം ഭൂമി ലഭിച്ചത് ബ്രാഹ്മണർമാർക്കാണെങ്കിൽ ക്രമേണ മറ്റു വിഭാഗങ്ങൾക്കും ഭൂമി ദാനം ലഭിച്ചു തുടങ്ങി. എന്താ പറയുന്നത്? രാജാവിൽ നിന്ന് ഏറ്റവും അധികം ഭൂമി ലഭിച്ചത് ബ്രാഹ്മണർക്കാണെങ്കിൽ ക്രമേണ എല്ലാ വിഭാഗങ്ങൾക്കും എന്ത് ചെയ്യാൻ തുടങ്ങി? ഭൂമി ദാനം ലഭിച്ചു തുടങ്ങി. ഇങ്ങനെ ഭൂമിദാനം വ്യാപകമായതോടെ സമൂഹത്തിൽ വലിയ സമ്പത്തും സ്വാധീനശേഷിയുള്ള ഭൂവുടമകളുടെ ശക്തമായ ഒരു വിഭാഗം രൂപം കൊണ്ടു. ഭൂമിയിൽ പണിയെടുക്കുന്ന അടിയാളർ അവകാശങ്ങളില്ലാത്തവരായി ഭൂവുടമകളുടെ ആശ്രിതരുമായി തീർന്നു. അപ്പൊ ഭൂമി ഇങ്ങനെ ഇവർക്ക് ബ്രാഹ്മിൺസിനൊക്കെ കിട്ടി തുടങ്ങിയപ്പോ എന്ത് ചെയ്തു? അതിൽ പണിയെടുക്കുന്ന അടിയാളർ എന്തായി? ഉടമകളുടെ ആശ്രിതരായിട്ട് മാത്രം തീർന്നു. ഈ വ്യവസ്ഥയിൽ കർഷകരും കർഷക തൊഴിലാളികളും അടിമകളും ഭൂമിയിൽ ബന്ധിക്കപ്പെട്ട സ്ഥിതിയിലായിരുന്നു. അവർ ഒരേ മണ്ണിൽ തന്നെ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്തു. അവരുടെ ഉടമകൾക്ക് വേണ്ടിയാണ് അവർ അധ്വാനിച്ചതും അത്രയും. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ഇവർ മേലെത്തട്ടുകളിലെ ഉള്ളവർക്ക് നികുതിക്ക് പുറമെ സൗജന്യ സേവനങ്ങളും നൽകേണ്ടിയിരുന്നു. ഈ വ്യവസ്ഥിതിയാണ് സാമന്ത വ്യവസ്ഥയെന്നും ഇന്ത്യൻ ഫ്യൂഡലിസം എന്നും വിശേഷിപ്പിക്കുന്നത്. എന്തൊക്കെയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്? സാമന്ത വ്യവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്യൂഡലിസം. ഇപ്പൊ എന്താ നമ്മൾ പറയുന്നത്? അതായത് ഈ ഭൂമി ദാനമായിട്ട് കിട്ടിയവർ വലിയ വലിയ പ്രഭുക്കന്മാരായിട്ട് മാറുകയും അവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന സാധാരണക്കാരായ ജനങ്ങൾ, അതായത് കർഷകരും കർഷക തൊഴിലാളികളും അടിമകളും എല്ലാം എന്തായി? അവിടെ ഇവർക്ക് യാതൊന്നുമില്ല. സൗജന്യമായിട്ട് സേവനം ചെയ്തു കൊടുക്കുക, അതുപോലെ തന്നെ അവിടെ തന്നെ ജനിക്കുക, അവിടെ തന്നെ ജീവിക്കുക, അവിടെ തന്നെ മരിക്കുക, ഇത് മാത്രമായി മാറി. അവർക്ക് വേറെ ഉയർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ താഴെ തട്ടിലുള്ളവർ മേലെ തട്ടിലുള്ളവർക്ക് എന്ത് ചെയ്തു? നികുതി വരെ കൊടുക്കേണ്ടതായിട്ട് വന്നു. ഈ ഒരു വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? സാമന്ത വ്യവസ്ഥ, ഇല്ലെങ്കിൽ ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഇക്കാലത്ത് കാർഷിക രംഗത്ത് പുരോഗതിയും പ്രകടമായിരുന്നു. ഇനി ഈ കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ്? കൃഷി ഉപയോഗിക്കപ്പെടാതെ കിടന്ന പ്രദേശങ്ങൾ പോലും കൃഷിക്ക് ഉപയുക്തമാക്കി. എന്താ പറയാ? കൃഷിക്കായിട്ട് കൂടുതൽ ഭൂമികളൊക്കെ ശേഖരിച്ചു തുടങ്ങി. പുതിയ സാമൂഹ്യ വ്യവസ്ഥിതി കൃഷിക്ക് ആവശ്യമായ തൊഴിൽ ശക്തി പ്രദാനം ചെയ്തു. ഇങ്ങനെ ഈ ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടല്ലോ നമ്മൾ കണ്ടേ, ഇത് കൃഷിക്ക് ആവശ്യമായ തൊഴിൽ ശക്തികൾ പ്രദാനം ചെയ്തു. അതുപോലെ കൃഷിയുടെ സാങ്കേതിക വിദ്യയും കാലാവസ്ഥയും സംബന്ധിച്ച് ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അറിവ്, കൃഷിയുടെ സാങ്കേതിക വിദ്യ എങ്ങനെയാണ്, അതുപോലെ തന്നെ കാലാവസ്ഥ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ എന്തുണ്ട്? ബ്രാഹ്മണർക്ക് വ്യക്തമായ ഒരു അറിവുണ്ടായിരുന്നു. വിവിധ തരത്തിലുള്ള ജലസേചന മാർഗങ്ങൾ അവരെന്തിനു വേണ്ടി ഉപയോഗിച്ചു? കൃഷിക്കായിട്ട് ഉപയോഗിച്ചു. ഇനി ഗുപ്തകാലത്തെ ജലസേചന മാർഗങ്ങൾ എന്തെല്ലാം ആണെന്നുള്ളതാ പറയുന്നത്. എന്താ പറയുന്നത്? ഗുപ്തകാലത്തെ ജലസേചന മാർഗം ഒന്നേതായിരുന്നു? കനാലുകൾ. കിണറ്റിൽ നിന്ന് ഉയർത്തുന്ന ജലം ചാലുകളിലൂടെ കൃഷിയിടത്തിൽ എത്തിച്ചു. കിണറ്റിൽ നിന്ന് ഉയർത്തുന്ന ജലം ചാലുകളിലൂടെ എവിടെ എത്തിച്ചു? കൃഷിയിടത്തിൽ എത്തിച്ചു. അതുപോലെ കുളം, ജലസംഭരണി, മഴവെള്ളം ശേഖരിച്ച് വെച്ച് കൃഷിക്ക് ഉപയോഗിച്ചു. ദക്ഷിണേന്ത്യയിൽ ജലസംഭരണികൾ നിർമ്മിച്ചു, ഉത്തരേന്ത്യയിൽ കുളങ്ങളും നിർമ്മിച്ചു. എന്താ പറയാ? മഴത്തിനൊക്കെ ആയിട്ട് മഴ സംഭരണികളൊക്കെ ഉണ്ടാക്കി. അതുപോലെ ദക്ഷിണേന്ത്യയിൽ ജലസംഭരണികൾ നിർമ്മിച്ചു തുടങ്ങി, ഉത്തരേന്ത്യയിൽ കുളങ്ങളൊക്കെ നിർമ്മിച്ചു തുടങ്ങി. അതുപോലെ ഗഡിയന്ത്രം, അതായത് അരഗട്ട എന്ന് പറയും. എന്താ പറയാ? ഗഡിയന്ത്രം അല്ലെങ്കിൽ അരഗട്ട. ഒരു ചക്രത്തിൽ ഘടിപ്പിച്ച കുടങ്ങൾ ചക്രം കറക്കുമ്പോൾ വെള്ളം ഉയർത്തി പാടത്തേക്ക് ഒഴിക്കുന്നത്. എന്താ പറയുക? ഒരു ചക്രത്തിൽ ഇങ്ങനെ ഘടിപ്പിച്ച കുടങ്ങൾ എന്ത് ചെയ്യും? ചക്രം കറക്കുമ്പോൾ വെള്ളം ഉയർത്തി പാടത്തേക്ക് ഒഴിക്കുന്നത്. അടുത്ത എന്താ? മഴവെള്ളം. ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സായിരുന്നു ഏത് എന്ന് പറയുന്നത്? മഴവെള്ളം. പിന്നെ അണക്കെട്ട്. ഗുജറാത്തിലെ സുദർശന തടാകം സ്കന്ദഗുപ്തം പുതുക്കിപ്പണിതു. എന്താ പറയുന്നത്? ഗുജറാത്തിൽ എവിടെ സുദർശന തടാകം സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ് കേട്ടോ. സുദർശന തടാകം സ്ഥിതി ചെയ്യുന്ന ഈ സംസ്ഥാനത്ത് ഗുജറാത്തിലാണ്. അവിടെ അണക്കെട്ടുകൾ ആര് പുതുക്കിപ്പണിതു? സ്കന്ദഗുപ്തം പുതുക്കിപ്പണിതു. ഗുപ്തകാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട സാമന്ത വ്യവസ്ഥിതിയുടെ സവിശേഷതകൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കണ്ടല്ലോ അല്ലെ അത്?
ഇനി അടുത്തത് കൈത്തൊഴിലും വ്യാപാരവും. കൈത്തൊഴിലും വ്യാപാരവും. ഭൂമിദാനത്തിന്റെ ഫലമായുണ്ടായ കൃഷിയുടെ വ്യാപനം കാർഷികേതര പ്രവർത്തനങ്ങളുടെ വികാസത്തിലേക്ക് നയിച്ചു. വിവിധതരം കൈത്തൊഴിലുകളെ ജനങ്ങൾ ജീവിതമാർഗമായി സ്വീകരിച്ചു. അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്തു? ആഹ് ഒരു കൃഷി വളർന്നതോട് കൂടിയിട്ട് കാർഷികേതര പ്രവർത്തനങ്ങൾക്കും എന്ത് സംഭവിക്കുകയാണ്? വികാസം സംഭവിക്കുകയാണ്. വിവിധതരം കൈത്തൊഴിലുകളിൽ ജനങ്ങൾ ജീവിതമാർഗമാക്കി. അപ്പൊ എന്താ പറയുന്നെ? കൈത്തൊഴിലുകളെ എന്താക്കി? ജീവിതമാർഗമാക്കി മാറ്റി. പുരാവസ്തുക്കളിൽ നിന്നും സാഹിത്യ കൃതികളിൽ നിന്നും ഇക്കാലത്തെ കൈത്തൊഴിലുകളെ കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ഉത്ഖനനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പുരാവസ്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ ചുവടെ ചേർത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് അക്കാലത്ത് നിലനിന്നിരുന്ന കൈത്തൊഴിലുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി പൂർത്തിയാക്കുക. ഒന്നേതാണ്? മൺപാത്ര നിർമ്മാണം. അതുപോലെ സ്വർണം, വെള്ളി, വിലപിടിപ്പുള്ള കല്ല് എന്നിവയുടെ തീർത്ത ആഭരണങ്ങള്. പുരാവസ്തുക്കളാണ് കേട്ടോ മുത്തുകള്. അപ്പൊ ഈ മൺപാത്ര നിർമ്മാണത്തിന്റെ കൈത്തൊഴിൽ എന്ന് പറയുന്നത് എന്താണ്? മൺപാത്രം നിർമ്മിക്കുക. അതുപോലെ സ്വർണം, വെള്ളി, വിലപിടിപ്പുള്ള കല്ല് എന്നിവയിൽ തീർത്ത ആഭരണം. അപ്പൊ എന്താണ് കൈത്തൊഴിൽ? എന്താണ്? ആഭരണ നിർമ്മാണം, മുത്ത് നിർമ്മാണം അല്ലെ? ചില്ല് കൊണ്ടുള്ള പുതിയ പുതിയ എന്താ പറയാ ഫർണിച്ചറുകളൊക്കെ ഉണ്ടാക്കുക. പട്ട് പരുത്തി വസ്ത്രങ്ങൾ അപ്പൊ കൈത്തറിയൊക്കെ ആയിരിക്കും. ആനക്കൊമ്പി ശില്പങ്ങൾ നിർമ്മിക്കുക ഇതൊക്കെയാണ്. വിവിധ കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടവർ അവരുടെ കൂട്ടായ്മകൾ രൂപീകരിച്ചു. ഇവ ഗിൽഡുകൾ അഥവാ ശ്രേണികൾ എന്നറിയപ്പെട്ടു. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന കേട്ടോ. എന്താണ് ഗിൽഡുകൾ അല്ലെ ശ്രേണികൾ? എന്താ പറയുന്നത്? വിവിധ കൈത്തൊഴിലിൽ പെട്ടവരുടെ കൂട്ടായ്മയാണ് എന്ത് എന്നറിയപ്പെടുന്നത്? ഗിൽഡുകൾ അല്ലെങ്കിൽ ശ്രേണികൾ എന്നറിയപ്പെടുന്നത്. ഭരണകൂട ശ്രേണികൾക്ക് അംഗീകാരം നൽകി. ശ്രേണിയിലെ അംഗങ്ങൾക്ക് അതിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടിയിരുന്നു. ശ്രേണികൾ എന്താ എന്നുള്ളതാണ്. കൈത്തൊഴിലാളികളുടെയും കച്ചവടക്കാരുടെയും സംഘടനയായിരുന്നു ശ്രേണികൾ. എന്തായിരുന്നു പറയുന്നത്? കൈത്തൊഴിൽ ചെയ്യുന്നവരുടെയും കച്ചവടക്കാരുടെയും ഒക്കെ സംഘടനയായിരുന്നു ഏത് പേരിൽ അറിയപ്പെടുന്ന? ശ്രേണികൾ എന്ന പേരിൽ. അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക, ഉൽപാദനത്തെ നിയന്ത്രിക്കുക, ഉൽപ്പന്നങ്ങളെ വിപണിയിൽ എത്തിക്കുക എന്നിവയായിരുന്നു ഇവരുടെ ചുമതലകൾ. ഏതൊക്കെ? കൈത്തൊഴിലാളികളുടെയും കച്ചവടക്കാരുടെയും സംഘടനയായിരുന്നു ശ്രേണികൾ എന്ന് പറയുന്നത്. അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക, ഉൽപാദനത്തെ നിയന്ത്രിക്കുക, ഉൽപ്പന്നങ്ങളെ വിപണിയിൽ എത്തിക്കുക എന്നിവയായിരുന്നു ഇവയുടെ ചുമതലകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് നഗരത്താർ അല്ലെങ്കിൽ നഗരശ്രേഷ്ഠി എന്ന് പറയുന്നത്? എന്താ നഗരത്താർ എന്ന് പറയുന്നത്? നോക്കാം നമുക്ക്. നഗരങ്ങളിലെ സമ്പന്നരായ കച്ചവടക്കാരായ ഇവർ ഭരണത്തിലും പങ്കാളികളായിരുന്നു. കൂടാതെ വർത്തക സംഘങ്ങളിലെ പ്രമുഖരായിരുന്നു ഈ കൂട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് വ്യാപാരവും വാണിജ്യം എന്താന്ന് നോക്കാം അല്ലെ. ഗുപ്ത കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ആഭ്യന്തര വാണിജ്യം വളരെ വിപുലമായിരുന്നു. കൃഷിക്ക് പുറമെ വിവിധ കൈത്തൊഴിലുകളും കരകൗശല നിർമ്മാണവും നിലനിന്നിരുന്നതായി പട്ടികയിൽ നിന്ന് മനസ്സിലാക്കുകയല്ലോ. കരകൗശല വിദഗ്ധർ നിർമ്മിച്ച ഇത്തരം ഉൽപ്പന്നങ്ങൾ വ്യാപാരത്തിന്റെ മുഖ്യ ഇനങ്ങളായിരുന്നു. എന്താ പറയുക? കരകൗശല വിദഗ്ധർ നിർമ്മിച്ച ഇത്തരം ഉൽപ്പന്നങ്ങൾ വ്യാപാരത്തിന്റെ മുഖ്യ ഇനങ്ങളായിരുന്നു. ഏറ്റവും വലിയ ആഭ്യന്തര വ്യാപാര വസ്തുക്കളിൽ ഒന്നായിരുന്നു വസ്ത്രം. അപ്പം ഗുപ്ത കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര വ്യാപാരം ഏതിലായിരുന്നു? വസ്ത്രത്തിലായിരുന്നു. ഓർത്തിരിക്കുക. വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ അതായത് മസ്ലിൻ, കാലിക്കോ, ലിനൻ വൻതോതിൽ നിർമ്മിച്ചു. അപ്പൊ ഏതൊക്കെയാണ്? മസ്ലിനും കാലിക്കോയും ലിനനും. പശ്ചിമേഷ്യ, മധ്യേഷ്യ, ദക്ഷിണ പൂർവേഷ്യ, റോം എന്നിവിടങ്ങളിലായി ഗുപ്തന്മാർക്ക് വിദേശ വ്യാപാരം നിലനിന്നിരുന്നു. ഏതൊക്കെ നാട്ടുകളിലാണ്? പശ്ചിമേഷ്യ, അതുപോലെ തന്നെ മധ്യേഷ്യ, അതുപോലെ ദക്ഷിണ പൂർവേഷ്യ, റോം എന്നിവിടങ്ങളിലായി ഗുപ്തന്മാർക്ക് വിദേശ വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. ഈ കാലഘട്ടത്തിൽ പുതിയ വ്യാപാര പാതകൾ വികസിച്ചു വന്നു. മികച്ച സ്വർണ്ണ നാണയങ്ങളും വെള്ളി അതുപോലെ ചെമ്പ് നാണയങ്ങളും പുറത്തിറക്കി. നഗരശ്രേഷ്ഠി, സാർത്തവാഹ എന്നീ വ്യാപാര പ്രമുഖർക്ക് ഭരണത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. എന്താ പറയുന്നത്? നഗരശ്രേഷ്ഠി, സാർത്തവാഹ എന്നൊക്കെ പറയുന്ന എന്താണ്? വ്യാപാര പ്രമുഖന്മാരാണ് കേട്ടോ. ഇവർക്കും എന്തുണ്ടായിരുന്നു? ഭരണത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. അതായത് നമ്മൾ കണ്ടു നഗരങ്ങളിലെ സമ്പന്നരായ കച്ചവടക്കാരായ ഇവർ നഗരങ്ങളിലെ സമ്പന്നരായ കച്ചവടക്കാരെയാണ് എന്തെന്ന് പറയുന്നത്? നഗരശ്രേഷ്ഠൻ അല്ലെങ്കിൽ നഗരത്താർ എന്ന് വിളിക്കുന്നത്. അതുപോലെ സാർത്തവാഹ എന്നൊക്കെ വിളിക്കുന്നത്. അതുപോലെ നോക്കിയ ഈ ഗുപ്ത കാലഘട്ടത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? വൈശാലി, അതുപോലെ പാടലീപുത്രം, പിന്നെ ഏതാണ്? കനൗജ്, പിന്നെ ശ്രാവസ്തി, കൗസാംബി, ഉജ്ജയിനി, മധുര. ഏതൊക്കെയാ? ഓർത്തിരിക്കണം കേട്ടോ. പാടലീപുത്രം, അതുപോലെ കനൗജ്, ശ്രാവസ്തി, കൗസാംബി, ഉജ്ജയിനി, വൈശാലി മുതലായവയൊക്കെ ആയിരുന്നു എന്ത്? വ്യാപാര പ്രാധാന്യമുള്ള പട്ടണങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഗുപ്ത കാലഘട്ടത്തിലെ നാണയങ്ങളുടെ ചിത്രങ്ങളാണ് കേട്ടോ ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഗുപ്ത കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഒന്ന് ഉജ്ജയിനി, അതുപോലെ തന്നെ മധുര, കൗസാംബി, കനൗജ്, ശ്രാവസ്തി, അതുപോലെ വൈശാലി, പാടലീപുത്രം.
ഇതൊക്കെയായിരുന്നു ഏതെന്ന് പറയുന്നത് ഗുപ്ത കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്ന് പറയുന്നത്. ആറാം നൂറ്റാണ്ടോടെ റോമാ സാമ്രാജ്യം തകർന്നു. എന്താ പറയുന്നത്? ആറാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും എന്ത് ചെയ്യാണ്? റോമാ സാമ്രാജ്യം തകർന്നു. ചൈനക്കാരിൽ നിന്നും പാശ്ചാത്യർ പട്ടുനിർമ്മാണ വിദ്യ പഠിക്കുകയും ചെയ്ത ശേഷം ഇന്ത്യയുടെ വിദേശ വാണിജ്യത്തിൽ വലിയ മാന്ദ്യം സംഭവിച്ചു. ഇത് ആഭ്യന്തര വാണിജ്യത്തെ പ്രതികൂലമായി ബാധിച്ചു. കൈത്തൊഴിലുകാരും കരകൗശല വിദ്യക്കാരും കച്ചവടത്തിനായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നതിന് കുറവ് വന്നു. അവർ ഗ്രാമങ്ങളിൽ തന്നെ ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങി. ഇത് കലകളുടെയും കൈത്തൊഴിലിന്റെയും ഗ്രാമവൽക്കരണത്തിലേക്ക് നയിച്ചു. അപ്പൊ എന്താ പറയുന്നത്? ചൈനക്കാര് പാശ്ചാത്യരിൽ നിന്ന് പട്ടു നിർമ്മാണ വിദ്യയൊക്കെ പഠിച്ചതിന് ശേഷം ഇന്ത്യയിലെ ആഭ്യന്തര വാണിജ്യത്തെ അത് പ്രതികൂലമായിട്ട് ബാധിച്ചു. അപ്പൊ കച്ചവടക്കാരും കരകൗശലക്കാരൊക്കെ എന്ത് ചെയ്ത് മറ്റു പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കാതെ അവരുടെ ഗ്രാമങ്ങളിൽ തന്നെ ഒതുങ്ങിക്കൂടി. ഈ ഗ്രാമങ്ങളിലേക്ക് ഗ്രാമവൽക്കരണം എന്ന ഒരാശയത്തിലേക്ക് കൊണ്ടുവരികയാണ്. കച്ചവടത്തിന്റെ തകർച്ചയും കൈത്തൊഴിലുകളുടെ കുറവ് ഗ്രാമവൽക്കരണം പല പ്രധാന നഗരങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണമായി. അങ്ങനെ കൗസാംബി, ഹസ്തിനപുരം, അഹിച്ഛാപുരം, തക്ഷശില, അയോധ്യ, ഉജ്ജയിനി, മധുര തുടങ്ങിയ നഗരങ്ങളുടെ എല്ലാം പ്രൗഢി നഷ്ടപ്പെട്ടു. 5-ആം നൂറ്റാണ്ടിലെ ചൈനയിൽ നിന്നുള്ള സഞ്ചാരിയായിരുന്നു ഫാഹിയാൻ. അപ്പൊ ഫാഹിയാൻ ഏത് രാജ്യത്തിൽ നിന്നുള്ളതാണ്? ഏത് രാജ്യത്തിലെ സഞ്ചാരി ഇന്ത്യയിലെത്തിയതാ? ചൈനയിൽ നിന്നിട്ട് ഓർത്തിരിക്കണേ. ചൈനയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ സഞ്ചാരിയായിരുന്നു ആര്? ഫാഹിയാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വിവരണങ്ങളിൽ വൻ നഗരങ്ങളായി വിശേഷിപ്പിച്ച പല നഗരങ്ങളും 7-ആം നൂറ്റാണ്ടിലെ ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസാങ്ങിന്റെ വിവരണങ്ങളിലെ ഗ്രാമങ്ങളെയുമായാണ് വിവരിക്കുന്നത്. ആ കാലത്തുണ്ടായിരുന്ന നഗരങ്ങളുടെ തകർച്ച സൂചിപ്പിക്കുന്നതാണിത്. അപ്പൊ ഫാഹിയാൻ ആദ്യം പറഞ്ഞ നഗരങ്ങളെല്ലാം തന്നെ പിന്നീട് എന്തായിട്ടായി മാറി? 7-ആം നൂറ്റാണ്ടിൽ ചൈനയിൽ നിന്നെത്തിയ ഹുയാൻസാങ്ങിന്റെ കൃതികളിൽ ഗ്രാമങ്ങളായിട്ട് മാറുകയാണ്. ഇനി അടുത്തത് സാമൂഹ്യ ജീവിതം എങ്ങനെയുള്ളതാന്ന്. ഗുപ്ത കാലത്ത് രൂപം കൊണ്ട വിവിധ തൊഴിലാളി കൂട്ടങ്ങളെ അല്ലെങ്കിൽ ശ്രേണികളെ കുറിച്ചും നമ്മൾ കണ്ടല്ലോ. പുതിയ തൊഴിൽ കൂട്ടങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും കടന്നുവരവ് നിരവധി ഉപവിഭാഗങ്ങളുടെ രൂപീകരണത്തിന് കാരണമാക്കി. നിലനിന്നിരുന്ന ഭരണവ്യവസ്ഥയ്ക്ക് പുതുതായി ഉയർന്നുവന്ന തൊഴിൽക്കൂട്ടങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു. ഈ സാഹചര്യത്തിൽ ഓരോ തൊഴിൽക്കൂട്ടവും പുതിയ ജാതികളും ഉപജാതികളുമായി തീർന്നു. വ്യത്യസ്ത തൊഴിൽക്കൂട്ടങ്ങൾക്ക് പുറമെ അന്യദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവർ, വനങ്ങളിൽ വസിച്ചിരുന്നവർ, അവരെ എന്ന പേരിൽ അറിയപ്പെട്ടത് നിഷാദർ എന്ന പേരിലാണ് ട്ടോ. വനങ്ങളിൽ വസിച്ചിരുന്നവർ അറിയപ്പെട്ട പേരെന്താ? നിഷാദർ. അതുപോലെ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹത്തിലൂടെ ജനിക്കുന്നവർ എന്നിവരെല്ലാം പുതിയ പുതിയ ജാതികളായി തീരി. അങ്ങനെ ജാതി വ്യവസ്ഥ കൂടുതൽ സങ്കീർണമാവുകയും ചെയ്തു. ഗുപ്ത കാലഘട്ടത്തിലാണ് എന്ത് വരുന്നത്? ജാതി വ്യവസ്ഥ. ഈ ശ്രേണികൾക്കിടയിൽ തന്നെ വിവിധ വിവിധ തരത്തിലുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുകയും അത് എന്തിലേക്ക് പോവുകയും ചെയ്തു? ജാതി വ്യവസ്ഥ എന്ന ആശയത്തിലേക്ക് പോവുകയും ചെയ്തു. ഇപ്രകാരം രൂപപ്പെട്ട വ്യവസ്ഥയില് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നിവയ്ക്ക് സമൂഹം കൽപ്പിച്ചിരുന്ന സ്ഥാനമാനങ്ങൾക്ക് മാറ്റം വന്നില്ല. 7-ആം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസാങ് ശൂദ്രരെ കൃഷിക്കാർ എന്ന് വിശേഷിപ്പിച്ചു. അപ്പൊ ഹുയാൻസാങ് ശൂദ്രരെ എങ്ങനെയാ വിശേഷിപ്പിച്ചത്? കൃഷിക്കാർ എന്ന പേരിൽ വിശേഷിപ്പിച്ചു. ഈ വിവരണങ്ങൾ കാർഷിക സമൂഹത്തിൽ ശൂദ്രരുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. ചാതുർവർണ്ണ്യ വ്യവസ്ഥയ്ക്ക് പുറത്തായിരുന്ന അത്യജർ എന്ന വിഭാഗത്തെ തൊട്ടുകൂടാത്തവരായി കണക്കാക്കി. അപ്പൊ അന്ത്യജറിനെ എന്തായിട്ടാണ് കൂട്ടാക്കിയത്? തൊട്ടുകൂടാത്തവരായി കണക്കാക്കി. അന്ത്യജരിൽ ഏറ്റവും താഴെയായി കാണപ്പെട്ടത് ആരെയാണ്? ചണ്ടാലർ. അന്ത്യജരിലും താഴെയായിട്ട് കണ്ടപ്പെട്ട വിഭാഗമായിരുന്നു ഇത് ചണ്ടാലർ. എന്നാൽ ശ്മശാന ബാലരും അതുപോലെ ചർമ്മക്കാരൻ എന്ന തോൽ ഇടുന്ന വിഭാഗങ്ങളുമായിരുന്നു. അപ്പൊ എന്താ പറയുന്നത്? അന്ത്യജർ എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്ന കുടുത്തിപ്പെട്ടവരായിരുന്നു. തൊട്ടുകൂടാത്തവരായിട്ടാണ് ആ കാലഘട്ടത്തിൽ കണ്ടത്. എന്നാൽ ചാണ്ടാലർ എന്ന് പറയുന്നത് എന്താണ്? ശ്മശാന പാലകർ ആയിരുന്നു. എന്താ പറയുന്നത്? ശ്മശാന പാലകരായിരുന്നു. അതുപോലെ ചർമ്മക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താ? തോല് ഉറക്കിടുന്ന ആളെ ആയിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. ഇനി സ്ത്രീകളുടെ പദവി. വാഗട റാണിയായിരുന്ന പ്രഭാവതി ഗുപ്തയെ പോലെയുള്ള ചില രാജ്ഞിമാർ ആദരിക്കപ്പെട്ടിരുന്നെങ്കിലും പൊതുവെ സ്ത്രീകളുടെ നില വളരെ താഴ്ന്നതായിരുന്നു. രാജ്ഞി മുതൽ താഴോട്ട് എല്ലാ വിഭാഗം സ്ത്രീകളും പുരുഷന്മാർക്ക് വിധേയമായിരിക്കണം എന്ന് കരുതപ്പെട്ടിരുന്നു. ഉന്നത വിഭാഗങ്ങളിലെ സ്ത്രീക്ക് പോലും പൊതുവെ സമൂഹത്തിൽ ഉയർന്ന പദവിയെ പരിഗണനയും ലഭിച്ചിരുന്നില്ല. ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് പോലും ഭൂമി ദാനം ചെയ്യപ്പെട്ടതായിട്ട് തെളിവില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി എന്ന് പറയുന്നത് എന്തായിരുന്നു? വളരെ കഷ്ടത്തിലായിരുന്നു. ഇനി അനുലോമ പ്രതിലോമ വിവാഹങ്ങള്. വിവിധ ജാതിയിൽപ്പെട്ടവർക്ക് തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നു. ഉയർന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും താഴ്ന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും തമ്മിലുള്ള വിവാഹമാണ് അനുലോമ വിവാഹം എന്ന് പറയുന്നത്. അപ്പൊ ഉയർന്ന ജാതിയിലെ പുരുഷനും താഴ്ന്ന ജാതിയിലെ സ്ത്രീയും തമ്മിലുള്ള വിവാഹമാണ് എന്തെന്ന് പറയുന്ന അനുലോമ വിവാഹം എന്ന് പറയുന്നത്. ഇനി ഉയർന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും അതുപോലെ താഴ്ന്ന ജാതിയിൽ കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും തമ്മിലുള്ള വിവാഹമാണ് പ്രതിലോമ വിവാഹം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ
ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അതിന് അനുലോമ വിവാഹം എന്നും, അതുപോലെ ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയെ താഴ്ന്ന ജാതിയിൽപ്പെട്ട പുരുഷനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അതിന് പ്രതിലോമ വിവാഹം എന്നുമാണ് അറിയപ്പെട്ടത്. ഇനി ചാണ്ടാലറെ കുറിച്ച് ഫാഹിയൻ കൊടുത്തിരിക്കുന്ന ഒരു വിവരണമാണ് ട്ടോ ഇത്. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനയിൽ നിന്നുള്ള ബുദ്ധമത സഞ്ചാരിയായ ഫാഹിയൻ ചാണ്ടാലരെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. നഗരത്തിലേക്കോ കവാടത്തിലേക്കോ പ്രവേശിക്കുന്ന ചാണ്ടാലർ ഒരു മരപ്പലകയിൽ അടിച്ച് ശബ്ദമുണ്ടാക്കണമായിരുന്നു. ഇവരുടെ വരവ് മുൻകൂട്ടി മനസ്സിലാക്കി മേൽജാതിക്കാർ മാറി നിൽക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. കഷ്ടം തന്നെയല്ലേ. അപ്പൊ എന്താ പറയുന്നത്, ചാണ്ടാലര് വരുമ്പോ ഉയർന്ന ജാതിയിൽപ്പെട്ടവർ എന്ത് ചെയ്യായിരുന്നു, മാറി നിൽക്കുമായിരുന്നു. ഫാഹിയാൻ ആരുടെ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിക്കുന്ന? ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ്. ഇനി രാഷ്ട്രം, കേന്ദ്ര അധികാരവും പ്രാദേശിക അധികാരവും. കുബേരനും വരുണനും ഇന്ദ്രനും മന്ദകനും സമനായവനും തനിക്ക് പോന്ന എതിരാളിയും ഭൂമുഖത്തില്ലാത്തവനും. ഗുപ്തകാലത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു സമുദ്രഗുപ്തനെ പറ്റി അലഹബാദിൽ സ്ഥിതി ചെയ്യുന്ന പ്രയാഗ പ്രശസ്തിയിൽ നിന്നുള്ള വരികളാണിത്. ഇത് സമുദ്രഗുപ്തനെ കുറിച്ചിട്ടാണ് ട്ടോ ഇനി പറയുന്ന. ഗുപ്ത കാലഘട്ടത്തിലെ രാജാവിന്റെ അധികാരങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് ഇതിൽ നിന്ന് രാജാവിനെ ദൈവസമാനനായി കണക്കാക്കി. ദൈവത്തിന് തുല്യമായിട്ടാണ് ആരെ കണക്കാക്കിയത്? രാജാവിനെ കണക്കാക്കിയത്. വിപുലമായ അധികാരമുണ്ടായിരുന്നവരാണ് ഗുപ്ത രാജാക്കന്മാർ. എന്തോടൊപ്പം അവർക്ക് ചില ഉത്തരവാദിത്വം, എന്താ പറയുന്നത്, അതോടൊപ്പം തന്നെ അവർക്ക് എന്തുണ്ട്, ചില ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം ഏതൊക്കെയാന്ന് നോക്കാം. ആക്രമണങ്ങളിൽ നിന്ന് പ്രജകളെ സംരക്ഷിക്കുക. ഒന്നാമതായിട്ട് എന്താ പറയുന്നത്, ആക്രമണങ്ങളിൽ നിന്ന് പ്രജകളെ സംരക്ഷിക്കുക. അടുത്തത് ബ്രാഹ്മണരെയും ശ്രമണരെയും അബലരെയും സംരക്ഷിക്കുക. അതായത് ബുദ്ധ ജൈന വിഭാഗങ്ങളിലെ എല്ലാവരെയും എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. നീതി നിർവഹണം നടത്തുക. അടുത്ത എന്താണ്, നീതി നിർവഹണം നടത്തുക. ഇനി ഗുപ്ത രാജാക്കന്മാർ കീഴടക്കിയ പ്രദേശങ്ങളിൽ അവിടുത്തെ രാജാക്കന്മാരെ തങ്ങളുടെ സാമന്തന്മാരായി കണക്കാക്കി തുടരാൻ അനുവദിച്ചു. അവർക്ക് സ്വയംഭരണം നൽകി. അവരുടെ ഭരണകാര്യങ്ങളിലും പിന്തുടർച്ചയിലും ഗുപ്ത രാജാക്കന്മാർ ഇടപെട്ടിരുന്നില്ല. എന്നാൽ നേരിട്ട് ഭരിച്ച പ്രദേശങ്ങളിൽ വിപുലമായ ഭരണ സംവിധാനം ഇവർ വികസിപ്പിച്ചു. അപ്പൊ ഗുപ്ത രാജാക്കന്മാർ കീഴടക്കിയ പ്രദേശങ്ങളിൽ അവിടുത്തെ രാജാക്കന്മാരെ തന്നെ എന്ത് ചെയ്തു, തങ്ങളുടെ സാമന്തന്മാരായിട്ട് കണക്കാക്കി. അവർക്ക് സ്വയംഭരണവും നൽകി. എന്നാലും ഭരണകാര്യങ്ങളും പിന്തുടർച്ചയിലൊക്കെ ഗുപ്ത രാജാക്കന്മാർ എന്ത് ചെയ്തിരുന്നില്ല, ഇടപെട്ടിരുന്നില്ല. ഇനി ഗുപ്തകാലത്തെ ഗ്രാമഭരണം എങ്ങനെയായിരുന്നു എന്ന്. ഗുപ്തകാലത്തെ ഗുപ്ത കാലഘട്ടത്തിലെ ഗ്രാമഭരണം നടത്തിയിരുന്നത് ഗ്രാമപതി അഥവാ ഗ്രാമാധ്യക്ഷൻ ആയിരുന്നു. എന്താ പറയുന്നത്, ഗ്രാമപതി അല്ലെങ്കിൽ ആരായിരുന്നു, ഗ്രാമ അധ്യക്ഷൻ ആയിരുന്നു. ആരായിരുന്നു, ഗ്രാമ അധ്യക്ഷൻ. അപ്പൊ ഗുപ്തകാലത്തെ ഗ്രാമഭരണം നടത്തിയിരുന്നത് ആരായിരുന്നു, ഗ്രാമപതി അല്ലെങ്കിൽ ഗ്രാമാധ്യക്ഷൻ ആയിരുന്നു. ഈ ഗ്രാമവൃദ്ധൻ എന്നറിയപ്പെടുന്ന ഗ്രാമ മുഖ്യരുടെ സംഘമാണ് ഗ്രാമത്തിലെ തർക്കങ്ങൾ തീർത്തിരുന്നത്. അപ്പൊ ആരാ തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്ന? ആരായിരുന്നു, ഗ്രാമവൃദ്ധർ ആയിരുന്നു. ആരാ, ഗ്രാമവൃദ്ധർ. അതുപോലെ ഗ്രാമത്തിൽ പ്രധാന ജനവിഭാഗം കർഷകരായിരുന്നു. മരപ്പണിക്കാർ, നെയ്ത്തുകാർ, കാലി മേയ്ക്കുന്നവർ എന്നിവരും ഉണ്ടായിരുന്നു. ഇവരുടെ സംഘങ്ങൾക്ക് ഗ്രാമഭരണത്തിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഇനി പ്രശസ്തി. എന്താണ് പ്രശസ്തി എന്ന് പറയുന്നത്? പുരാതന കാലത്തെ ഇന്ത്യ രാജാക്കന്മാർ അവരുടെ നേട്ടങ്ങൾ ഘോഷിക്കാനായി കല്ലിൽ കൊത്തിവെച്ച ലിഖിതങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്, പ്രശസ്തികൾ എന്ന് പറയുന്നത്. അപ്പൊ പുരാതന കാലത്തെ ഇന്ത്യ രാജാക്കന്മാർ അവരുടെ നേട്ടങ്ങൾ ആഘോഷിക്കാനായിട്ട് കല്ലിൽ കൊത്തിവെച്ച ലിഖിതങ്ങളാണ് പ്രശസ്തികൾ. അറിയപ്പെട്ടതിൽ ഏറ്റവും ആദ്യത്തേതാണ് രണ്ടാം നൂറ്റാണ്ടിൽ കൊത്തിവെക്കപ്പെട്ട രുദ്രാദാമന്റെ ജുനഗെട്ട് പ്രശസ്തി. അശോക ചക്രവർത്തിയുടെ ജുനഗെട്ട് ശാസനത്തിൽ ഒരു ഭാഗത്തായിട്ടാണ് ഈ പ്രശസ്തി കൊത്തിവെച്ചിരിക്കുന്നത്. രാജാവിനെ പ്രശംസിക്കുക, അദ്ദേഹത്തിന്റെ യുദ്ധ നേട്ടങ്ങളെ പ്രകീർത്തിക്കുക തുടങ്ങിയവയായിരുന്നു പ്രശസ്തിയുടെ പ്രത്യേകതകൾ. പ്രശസ്തി എഴുതുന്ന രീതി പുതിയ രൂപത്തിൽ ദക്ഷിണേന്ത്യയിലെ ചോള രാഷ്ട്ര, ചാലുക്യ, പല്ലവ രാജാക്കന്മാരും പിന്തുടർന്നു. അതിശക്തി ഉണ്ടാക്കുന്നതിൽ ഒരു ഭരണകർത്താവിനെ പറ്റി ചരിത്രകാരന്മാർ എന്ന നിലയിൽ ഇവ നമ്മെ സഹായിക്കും. അപ്പൊ പ്രയാഗ പ്രശസ്തി. ഗുപ്തരാജാവായിരുന്ന സമുദ്രഗുപ്തന്റെ ആക്രമണങ്ങൾ, യുദ്ധവിജയങ്ങൾ എന്നിവയെ പ്രകീർത്തിച്ചുകൊണ്ട് കൊത്തിവെച്ചതാണ് പ്രയാഗ പ്രശസ്തി. അപ്പൊ ആരുടെയാ പ്രയാഗ പ്രശസ്തി? ഗുപ്തരാജാവായിരുന്ന സമുദ്രഗുപ്തന്റെയാണ്. ഇത് അലഹബാദ് പ്രശസ്തി എന്ന പേരിലും അറിയപ്പെട്ടു. അപ്പൊ പ്രയാഗ പ്രശസ്തി അറിയപ്പെട്ട മറ്റൊരു പേരെന്താ, അലഹബാദ് പ്രശസ്തി. സമുദ്രഗുപ്ത വടക്ക് നേപ്പാൾ മുതൽ തെക്ക് തമിഴ്നാടിന്റെ പ്രദേശങ്ങൾ വരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനാണ് ഈ പ്രശസ്തിയിൽ പ്രകീർത്തിക്കുന്നു. ഗുപ്ത സദസ്സിലെ രാജാവായിരുന്ന ഹരിസേനാണ് സംസ്കൃത ഭാഷയിൽ ഈ
പ്രശസ്തി എഴുതിയിരിക്കുന്നത്. അപ്പൊ ആരാണ് ഇത് എഴുതിയിരിക്കുന്നത്? ഹരിസേനൻ. ഇനി അടുത്തത് കലയും സാഹിത്യവും. ഗുപ്ത കാലഘട്ടത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ വികാസങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഇതിനോട് അനുയോജ്യമായി നിൽക്കുന്ന രീതിയിൽ ഈ കാലഘട്ടത്തിൽ കലയും സംസ്കൃത സാഹിത്യവും വളർന്നു വന്നു. വാസ്തുവിദ്യയായിരുന്നു കലാരംഗത്ത് ഏറ്റവും പുരോഗതി പ്രാപിച്ചത്. നിരവധി ക്ഷേത്രങ്ങൾ ഈ കാലത്ത് നിർമ്മിക്കപ്പെട്ടു. അവയുടെ സവിശേഷതകൾ: ഘടന ക്ഷേത്രങ്ങളുടെ നിർമ്മിതി, കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചുള്ള ക്ഷേത്ര നിർമ്മിതി, കൊത്തുപണികൾ, ഇതൊക്കെയായിരുന്നു. ദശാവതാര ക്ഷേത്രം ദേവഗഡ് ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദശാവതാര ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദേവഗഡ് ഉത്തർപ്രദേശ്. അതുപോലെ വിഷ്ണു ക്ഷേത്രം എവിടെയാണ്? തികാവ മധ്യപ്രദേശ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തികാവ മധ്യപ്രദേശ്. ഓർത്തിരിക്കണം കേട്ടോ. തികാവ. വിഷ്ണു ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തികാവ മധ്യപ്രദേശ്. അതുപോലെ നാച്ചിന കുദാര പാർവതി ക്ഷേത്രം എവിടെയാ? പന്ന മധ്യപ്രദേശ്. ഓർത്തിരിക്കണം കേട്ടോ ഈ ക്ഷേത്രങ്ങളൊക്കെ. ഇനി ലോകപ്രശസ്തമായ അജന്തയിലെ മഹാരാഷ്ട്രയിലെ അജന്ത ഗുഹാചിത്രങ്ങൾ ഈ ഗുപ്തകാലത്തിലേക്ക് തയ്യാറാക്കപ്പെട്ടവയുമുണ്ട്. രാജകീയ ജീവിതം, രാജസദസ്സ്, അതിമാനുഷ്യ ജീവികൾ എന്നിവ ഇവയിൽ ചിത്രീകരണ വിഷയമാകുന്നുണ്ട്. അവയിൽ രാമായണ മഹാഭാരത രംഗങ്ങളും ഇതിവൃത്തങ്ങളാണ്. അനേക നൂറ്റാണ്ടുകളെ അതിജീവിച്ച് ഇന്നും ഭംഗിയായി നിലനിൽക്കുന്ന ഈ ചിത്രങ്ങൾ ഏറെ തയ്യാറാക്കപ്പെട്ടത് പ്രകൃതി ദത്തവർണ്ണങ്ങൾ കൊണ്ടാണ്. അപ്പൊ എന്താ പറയുന്നത്? ലോകപ്രശസ്തമായ അജന്തയിലെ മഹാരാഷ്ട്രയിലാണ് കേട്ടോ അജന്ത സ്ഥിതി ചെയ്യുന്ന ഗുഹാചിത്രങ്ങൾ ഗുപ്തകാലത്ത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ രാജകീയ ജീവിതം, രാജസദസ്സ്, അത് മനുഷ്യജീവികള് എന്നിവ ഇവയിൽ ചിത്രീകരണ വിഷയമായിട്ട് കാണാറുണ്ട്. ഇതുണ്ടോ ഓരോ ചിത്രങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടോടാ. ഇതുപോലെയൊക്കെ ഒരുപാട് പ്രത്യേകത. ഗുപ്ത ഭരണകാലത്ത് സംസ്കൃത സാഹിത്യത്തിന് രാജകീയ പ്രോത്സാഹനം ലഭിച്ചു. സംസ്കൃതം ഭരണഭാഷയായിരുന്നു. അപ്പൊ ഗുപ്ത കാലഘട്ടത്തിലെ ഭരണഭാഷ ഏതായിരുന്നു? സംസ്കൃതമായിരുന്നു. പാലി പോലെ ജനകീയ ഭാഷ ഉപയോഗിച്ചിരുന്നു. അപ്പൊ ബുദ്ധന്മാരുടെ പാലി പോലെ ജനകീയ ഭാഷ ഉപയോഗിച്ചിരുന്ന ബുദ്ധമതക്കാർ പോലും സംസ്കൃതത്തിൽ രചനകൾ നടത്തി. രാമായണവും മഹാഭാരതവും മിക്ക പുരാണങ്ങളും ചിട്ടപ്പെടുത്തിയത് വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്കൊക്കെ മാറ്റപ്പെട്ടത് ഈ കാലഘട്ടത്തിൽ ആണ്. സംസ്കൃത ഭാഷയിൽ നാടകങ്ങൾ, കാവ്യങ്ങൾ, വ്യാകരണം, നിഘണ്ടു തുടങ്ങിയ കാലത്ത് രചിക്കപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടതാണ് അഭിജ്ഞാന ശകുന്തള. ആരുടേതാ അഭിജ്ഞാന ശകുന്തള? ആരുടേതാ? കാളിദാസന്റെയാണ്. ആരുടേതാ? കാളിദാസന്റെ. ഇത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന നാടകം? അപ്പൊ അഭിജ്ഞാന ശകുന്തളം, കാളിദാസൻ, നാടകം. അതുപോലെ അടുത്തത് ഏതാ? കുമാരസംഭവം. ആരുടെ കുമാരസംഭവം? അതും കാളിദാസന്റേതാണ്. കാവ്യമാണ് കേട്ടോ അത്. കുമാരസംഭവം എന്താണ്? ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്ന? കാവ്യം. അതുപോലെ മൃച്ഛകടികം. മൃച്ഛകടികം ആരുടേതാ? ശൂദ്രകന്റെ. അതുപോലെ ഇത് നാടകമാണ് കേട്ടോ. ഇതെന്താണ്? നാടകമാണ്. അതുപോലെ സ്വപ്ന വാസവദത്തം. എന്താ പറയുന്നത്? സ്വപ്ന വാസദത്തം ആരുടെ? വാസവദത്ത ആരുടേതാ? ഭാസൻ. നാടകമാണ്. പിന്നെ ത്രികാണ്ഡെ അതാരുടേതാ? ഭർതൃഹരി. അതുപോലെ വ്യാകരണമാണ്. അമരകോശം അമരസിംഹന്റെ നിഘണ്ടുവാണ്. അമരകോശം അമരസിംഹന്റെ നിഘണ്ടുവാണ്. സംസ്കൃത നാടകങ്ങൾ ലോക പ്രശസ്തമായെങ്കിലും അവ അവതരിക്കപ്പെടുമ്പോൾ ഉന്നത പുരുഷ കഥാപാത്രങ്ങൾ മാത്രമേ സംസ്കൃത ഭാഷ സംസാരിച്ചിരുന്നുള്ളൂ. രാജ്ഞി അടക്കമുള്ള സ്ത്രീകളും താഴ്ന്നതായി കണക്കാക്കപ്പെട്ട ജാതികളിലെ പുരുഷ കഥാപാത്രങ്ങൾ പ്രാകൃത ഭാഷ പറയണമെന്നായിരുന്നു. അപ്പൊ ഉന്നത കുലത്തിൽപ്പെട്ട പുരുഷന്മാര് മാത്രമാണ് ഏതു ഭാഷ സംസാരിച്ചിരുന്നത്? സംസ്കൃതം. ഇനി ഇന്ത്യൻ തത്വചിന്തയ്ക്ക് അടിസ്ഥാനപ്പെട്ട ചില ദർശനങ്ങളും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. ഷഡ് ദർശനങ്ങൾ എന്ന് അറിയപ്പെട്ട ഇവ പരസ്പര സംവാദങ്ങളിലൂടെയാണ് രൂപപ്പെട്ടത്. അപ്പൊ ഇന്ത്യൻ തത്വചിന്തയ്ക്ക് അടിസ്ഥാനമായ ദർശനം ഏത് പേരിൽ അറിയപ്പെട്ട്? ഷഡ് ദർശനം എന്ന പേരിൽ. ഏത് പേരിൽ അറിയപ്പെട്ട്? ഷഡ് ദർശനം. ഇനി അങ്ങനെ പരിചയപ്പെട്ട കുറച്ച് ദർശനങ്ങളാണ്. ഒന്ന് സംഖ്യ ആരുടെയാ? കപിലന്റേതാണ്. അടുത്തത് യോഗ ആരുടേതാണ്? പതഞ്ജലി. ആരുടേതാ? പതഞ്ജലി. അടുത്തത് ദർശന ന്യായ അതാരുടേതാണ്? ഗൗതമൻ. അതുപോലെ വൈശേഷിക ആരുടേതാണ്? കണാദന്റെ. അതുപോലെ വേദാന്ത ആരുടേതാണ്? ബാദരായാണ്. അതുപോലെ മീമാംസ ആരുടേതാണ്? ജൈമിനി. ഇനി ശാസ്ത്രം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ശാസ്ത്രം എങ്ങനെയാണ്? ഗുപ്തകാലത്ത് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിരുന്നു. ഇപ്പൊ പ്രധാനമായും ജ്യോതിശാസ്ത്രം, ഗണിതം, വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിലായിരുന്നു. അപ്പൊ എന്താ പറയാ? ഏതൊക്കെ പേരുകളിലായിരുന്നു? ജ്യോതിശാസ്ത്രം, അതുപോലെ ഗണിതം, അതുപോലെ വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിലായിരുന്നു. വരാഹമിഹിന്റെ ബൃഹത് സംഹിതയും ആര്യഭടന്റെ ആര്യഭടിയും അമരസിംഹന്റെ അമരകോശവും ഇക്കാലത്ത് രചിക്കപ്പെട്ട പ്രധാന ശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. ഏതൊക്കെയാണ്? ജ്യോതിശാസ്ത്രം, ഗണിതം, വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിലായിരുന്നു. വരാഹമിഹിന്റെ ബൃഹത് സംഹിത, അതുപോലെ ആര്യഭടന്റെ ആര്യഭടീയ, അമരസിംഹന്റെ അമരകോശം.
ഇനി ലോക സംസ്കരണത്തെ കുറിച്ചാണ് പറയുന്നത്. നാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഡൽഹിക്കടുത്ത് മെഹ്റൗളിയിൽ നിലനിൽക്കുന്ന ഇരുമ്പ് സ്തംഭം അക്കാലത്തെ ലോക സംസ്കരണ സാങ്കേതിക വിദ്യയ്ക്ക് ഉദാഹരണമാണ്. അപ്പൊ എന്താ പറയുന്ന നാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഡൽഹിക്കടുത്ത് മെഹ്റൗളിയിൽ നിർമ്മിക്കുന്ന ഇരുമ്പ് സ്തംഭം അക്കാലത്തെ ലോക സംസ്കരണ സാങ്കേതിക വിദ്യയ്ക്ക് ഉദാഹരണമാണ്. നൂറ്റാണ്ടുകളായി മഴയും വെയിലും ഏറ്റ് നിൽക്കുന്ന ഈ ഇരുമ്പ് സ്തംഭം ഇപ്പോഴും തുരുമ്പിക്കാതെ നിൽക്കുന്നു. ഇതാണ് ഇവിടെ ഇത്. ഇനി ദക്ഷിണേന്ത്യയിലേക്ക് വരുവാണ് കേട്ടോ. രാജാക്കന്മാർ ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്യുന്നതിനെ കുറിച്ച് മുന്നേ ചർച്ച ചെയ്തല്ലോ. 6-ാം നൂറ്റാണ്ടോടെ ഭൂമി ദാനം ചെയ്യുന്ന പതിവ് ദക്ഷിണേന്ത്യയിലേക്കും വ്യാപിച്ചു. അപ്പൊ 6-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ദക്ഷിണേന്ത്യയിലേക്ക് ഭൂമിയുടെ ദാനം ചെയ്യലിനെ കുറിച്ച് വ്യാപിക്കുന്നത്. ഇതിന് കാരണം ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലുള്ള ബ്രാഹ്മണർമാരുടെ കുടിയേറ്റാണ്. അപ്പൊ അതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്, കുടിയേറ്റാണ് കേട്ടോ. ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്കുള്ള ബ്രാഹ്മണരുടെ കുടിയേറ്റാണ്. പല്ലവരും പാണ്ഡ്യന്മാരുമായിരുന്നു ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ പ്രധാന രാജവംശങ്ങൾ. അവർ ബ്രാഹ്മണർക്ക് ക്ഷേത്രങ്ങൾക്ക് ഭൂമി ദാനം ചെയ്തു. ഇതിന്റെ ഫലമായി ദക്ഷിണേന്ത്യയിലെ സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും ബ്രാഹ്മണർക്ക് ഉയർന്ന സ്ഥാനം ലഭിച്ചു. ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്യുന്ന ഈ പ്രദേശങ്ങളിൽ കൃഷി വികസിക്കുന്നതിന് കാരണമായി. മുമ്പ് സൂചിപ്പിച്ചിരുന്ന പോലെ ബ്രാഹ്മണർക്ക് കൃഷിയുടെ സാങ്കേതിക വിദ്യയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ഉണ്ടായിരുന്ന അറിവ് കൃഷിയുടെ വ്യാപനത്തിന് സഹായിച്ചു. അങ്ങനെ രാജാക്കന്മാരും ഗ്രാമ ഭരണകൂടങ്ങളും ജലസംഭരണികൾ നിർമ്മിച്ചും ജലസേചന സംവിധാനമൊരുക്കിയും കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലായിരുന്ന ക്ഷേത്രങ്ങളുടെ ഇടപെടലിന്റെ ഫലമായി പല്ലവ രാജ്യത്ത് കാർഷിക പുരോഗതി ഉണ്ടായി. കൃഷിയിലെ ഉൽപാദന മിച്ചം വ്യാപാരത്തിന്റെ പുരോഗതിക്ക് കാരണമായി. ആഭ്യന്തര വ്യാപാരത്തിനൊപ്പം സമുദ്ര വ്യാപാരവും വളർന്നു വന്നു. മഹാബലിപുരം പല്ലവരുടെ തിരക്കേറിയ തുറമുഖമായിരുന്നു. അപ്പൊ പല്ലവരുടെ തിരക്കേറിയ തുറമുഖം ഏതായിരുന്നു, മഹാബലിപുരമായിരുന്നു കേട്ടോ. നഗരപട്ടണമായിരുന്നു മറ്റൊരു തുറമുഖം. അപ്പൊ രണ്ടാമത്തത് ഏതാണ്, നഗരപട്ടണം. നഗരപട്ടണം അല്ല, നാഗപട്ടണം. പാണ്ഡ്യരാജ്യത്തിന്റെ വ്യാപാരത്തിന്റെ സവിശേഷതയായിരുന്നു വാണിക സമൂഹങ്ങൾ. ഉത്തരേന്ത്യയിൽ ശ്രേണികൾ എന്നറിയപ്പെട്ട കച്ചവട കൂട്ടായ്മ ദക്ഷിണേന്ത്യയിൽ വാണിക സമൂഹങ്ങൾ എന്ന് അറിയപ്പെട്ടു. അപ്പൊ എന്താ പറയുന്നത്, ഉത്തരേന്ത്യയിൽ ശ്രേണികൾ എന്നറിയപ്പെട്ട കച്ചവട കൂട്ടായ്മകൾ ദക്ഷിണേന്ത്യയിൽ ഏത് പേരിലാണ് അറിയപ്പെട്ടത്, വാണിക സമൂഹങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ഓരോ ഉൽപാദനത്തിന്റെയും വ്യാപാരത്തിൽ ഓരോ വാണിക സംഘം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നഗരത്താർമാർ വ്യാപാരികളായിരുന്നു. കുരുമുളക്, ചന്ദനം, സ്വർണം, മുത്ത് എന്നിവയായിരുന്നു പാണ്ഡ്യന്മാരുടെ പ്രധാന കയറ്റുമതി ഇനങ്ങൾ. അപ്പൊ പാണ്ഡ്യന്മാരുടെ പ്രധാന കയറ്റുമതി ഇനങ്ങൾ ഏതൊക്കെയാണ്, കുരുമുളക്, ചന്ദനം, സ്വർണം, മുത്ത് എന്നിവയായിരുന്നു. അതുപോലെ കോർക്കൈ, കായൽ, പട്ടണം, പെരിയ പട്ടണം മുതലായ തുറമുഖങ്ങൾ വഴി റോമൻ, ഗ്രീക്ക്, ചൈനീസ്, അറബി വ്യാപാരവുമായി പാണ്ഡ്യന്മാർ കച്ചവടം നടത്തിപ്പോന്നു. കൃഷിയുടെ വ്യാപനവും വ്യാപാര വളർച്ചയും വ്യത്യസ്ത തൊഴിലുകളും പല്ലവ, പാണ്ഡ്യ രാജ്യങ്ങൾക്ക് നികുതി മാർഗങ്ങളായി മാറി. അപ്പൊ അവിടുത്തെ പ്രധാനപ്പെട്ട എന്താ പറയാ കയറ്റുമതി ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നത്, കുരുമുളക്, ചന്ദനം, സ്വർണം, മുത്തും ഒക്കെയായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാപാരികൾ അറിയപ്പെട്ട പേരെന്തായിരുന്നു, നഗരത്താർ എന്നായിരുന്നു കേട്ടോ. അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഏതൊക്കെയാണ്, കോർഗെ, കായൽപട്ടണം, പെരിയ പട്ടണം, ഇതൊക്കെയായിരുന്നു. അതുപോലെ തന്നെ കൃഷിയുടെ വ്യാപനവും വ്യാപാരബന്ധവും വ്യത്യസ്ത തൊഴിലുകളും പല്ലവ, പാണ്ഡ്യ രാജ്യങ്ങളിൽ എന്തിന് കാരണമായി, നികുതി മാർഗമായി മാറി. ഭൂനികുതിയായിരുന്നു ഇതിൽ പ്രധാനം. എന്തായിരുന്നു, ഭൂനികുതിയായിരുന്നു ഇതിൽ പ്രധാനം. ഈ വിളവിന്റെ 1/10 മുതൽ 1/6 വരെ നൽകണമായിരുന്നു. അതായത് 1/10 ഭാഗം മുതൽ 1/6 ഭാഗം വരെ നികുതി നൽകണമായിരുന്നു. വ്യത്യസ്ത തൊഴിലുകൾ ചെയ്യുന്നവർ നികുതി അടയ്ക്കണമായിരുന്നു. ക്ഷേത്രത്തിന് ദാനം ചെയ്യപ്പെട്ട അതുപോലെ ബ്രാഹ്മണർ താമസമാക്കിയ അഗ്രഹാരം എന്നിവയ്ക്ക് നികുതി ഒഴിവാക്കിയിരുന്നു. ആർക്കൊക്കെ, ബ്രഹ്മദേയത്തിനും അതുപോലെ അഗ്രഹാരത്തിനും നികുതി ഒഴിവാക്കിയിരുന്നു. ഇനി നമുക്ക് ദക്ഷിണേന്ത്യയിലെ സാമൂഹ്യ സംസ്കാരം. അതിനു മുമ്പ് ബ്രഹ്മസ അഥവാ ബ്രഹ്മദേയം എന്താന്ന് പറയുന്നത്, ഒരു കൂട്ടം ബ്രാഹ്മണർക്ക് ദാനമായി നൽകുന്ന ഭൂമിയെ ബ്രഹ്മദേയം എന്ന് വിളിക്കുന്നു. എന്താ പറയാ, ഒരു കൂട്ടം ബ്രാഹ്മണർക്ക് ദാനമായി നൽകുന്ന ഭൂമി എന്ത് എന്ന് വിളിക്കുന്നു, ബ്രഹ്മദേയം എന്ന് വിളിക്കുന്നു. ബ്രാഹ്മണ ഗ്രാമങ്ങൾ അഗ്രഹാരങ്ങൾ എന്നറിയപ്പെട്ടു. ഗ്രാമങ്ങൾ അറിയപ്പെട്ട പേരെന്താ, അഗ്രഹാരങ്ങൾ. ഇനി ദേവസ്വ അഥവാ ദേവദാനം. ദേവൻ അഥവാ ക്ഷേത്രത്തിന് ദാനം ചെയ്യപ്പെട്ട ഭൂമി ദേവദാനം എന്ന് അറിയപ്പെട്ടു. ക്ഷേത്രത്തിന് ദാനം ചെയ്യപ്പെട്ട ഭൂമി ഏത് പേരിൽ അറിയപ്പെട്ടു, ദേവദാനം. ക്ഷേത്രം നടത്തിപ്പുകാരാണ് ഈ ഭൂമി നോക്കിയിരുന്നത്. ഇനി പല്ലവ, പാണ്ഡ്യ പ്രദേശങ്ങളിൽ സമൂഹം ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരുന്നു. ബ്രാഹ്മദേശങ്ങൾ എന്ന പേരിൽ ധാരാളമായി ഭൂമി ദാനം ലഭിച്ചിരുന്ന ബ്രാഹ്മണർ സമ്പന്നരും സമൂഹത്തിൽ ഉന്നത സ്ഥാനവും ഉള്ളവരുമായിരുന്നു. കീഴ്ജാതിക്കാരായി കണക്കാക്കപ്പെട്ടവർ പല അവശതകളും അനുഭവിച്ചിരുന്നു. വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തുള്ള വിഭാഗങ്ങളായിരുന്നു.
പല്ലവ പാണ്ഡ്യ ദേശങ്ങളിൽ ഗ്രാമ സ്വയംഭരണം നിലനിന്നിരുന്നു. എന്താ പറയുന്നത്? പല്ലവ പാണ്ഡ്യ ദേശങ്ങളിൽ ഗ്രാമ സ്വയംഭരണം നിലനിന്നിരുന്നു. ഗ്രാമകോടതികളായിരുന്നു ഇത്. വിദ്യാഭ്യാസം, നീതിന്യായം എന്നിവ നടപ്പാക്കലും ഒരുമിച്ചുകൂടി ചർച്ച ചെയ്ത് തർക്കങ്ങൾ തീർപ്പാക്കലും ഉണ്ടായിരുന്നു. ഇവയിലൊന്നും തന്നെ രാജാക്കന്മാർ ഇടപെട്ടിരുന്നില്ല. ആചാരങ്ങൾ, ആരാധനാലയങ്ങൾ, ജാതി നിയമങ്ങൾ ഇവയിലെ രാജാക്കന്മാർ കൈകടത്തിയിരുന്നില്ല. നിങ്ങൾ മുൻ പാഠഭാഗത്ത് പരിചയപ്പെട്ട ജൈനന്മാരും ബുദ്ധന്മാരും പല്ലവന്മാരുടെ കാലത്തിനു മുമ്പ് ദക്ഷിണേന്ത്യയിൽ വളരെ സജീവമായിരുന്നു. എന്നാൽ ബ്രാഹ്മണന്മാരുടെ അധികാരം വളർന്നതോടെ ഈ മതങ്ങൾ ക്ഷയിച്ചു തുടങ്ങി. അപ്പൊ ബ്രാഹ്മണർ കൂടിയതോടുകൂടി എന്ത് ചെയ്തു? ദക്ഷിണേന്ത്യയിൽ ബുദ്ധമതവും ജൈനമതവും ക്ഷയിച്ചു തുടങ്ങി. അതുപോലെ പല്ലവരും പാണ്ഡ്യരും ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ഭക്തി പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പൊ പാണ്ഡവരും പല്ലവരും എന്ത് ചെയ്തു? ഭക്തി പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിച്ചു. ബ്രാഹ്മണ മതത്തിന്റെയും ഭക്തിയുടെയും ആശയങ്ങളാണ് അക്കാലത്ത് ദക്ഷിണേന്ത്യൻ സാഹിത്യങ്ങൾ പ്രതിഫലിച്ചത്. പല്ലവർ സംസ്കൃത സാഹിത്യത്തെ പ്രോത്സാഹിപ്പിച്ചു. പല്ലവ രാജാവായ മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ സംസ്കൃത പണ്ഡിതനായിരുന്ന മത്തവിലാസ പ്രവാസനം അദ്ദേഹം രചിച്ചതാണ്. എന്തായാലും പറയുന്നു? പല്ലവ രാജാവായ മഹേന്ദ്രവർമ്മനാണ് എന്ത് രചിച്ചത്? മത്തവിലാസ പ്രവാഹം എന്ന പ്രഹസനം എന്ന കൃതി രചിച്ചത്. ദക്ഷിണേന്ത്യയിൽ ക്ഷേത്രങ്ങൾ അക്കാലത്തെ ജനജീവിതത്തിൽ കാര്യമായി സ്വാധീനം ചെലുത്തി. ക്ഷേത്രങ്ങൾ അക്കാലത്തെ പ്രധാന കലാനിർമ്മിതികളായിരുന്നു. കാഞ്ചീപുരം, മഹാബലിപുരം, മധുര എന്നിവയായിരുന്നു അക്കാലത്തെ പ്രധാന ക്ഷേത്രങ്ങൾ. ദ്രാവിഡ ശൈലി എന്ന ദക്ഷിണേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ ശൈലി പല്ലവരുടെ കാലത്താണ് രൂപപ്പെട്ടത്. കാലക്രമേണ ക്ഷേത്ര നിർമ്മാണം 3 ഘട്ടങ്ങളിലായി വികാസം പ്രാപിച്ചു. അത് ഏതൊക്കെയാണ്? 1 പാറ വെട്ടി നിർമ്മിച്ച ക്ഷേത്രങ്ങള്, 2 ഒറ്റക്കല്ലിൽ തീർത്ത രഥക്ഷേത്രങ്ങള്, 3 ഘടനാ ക്ഷേത്രങ്ങള്. ഏതൊക്കെ? പാറ വെട്ടി നിർമ്മിച്ച ക്ഷേത്രം, ഒറ്റക്കല്ലിൽ തീർത്ത രഥക്ഷേത്രങ്ങൾ, അതുപോലെ ഘടനാക്ഷേത്രങ്ങള്. ഇനി മാമണ്ടൂർ ഗുഹാക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കാഞ്ചീപുരത്താണ് കേട്ടോ. മാമണ്ടൂർ ഗുഹാക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന എവിടെ? കാഞ്ചീപുരം. അതുപോലെ മധുര മീനാക്ഷി ക്ഷേത്രം, അതുപോലെ മഹാബലിപുരത്തെ രഥക്ഷേത്രം. ഇനി ദ്രാവിഡ വാസ്തുശില്പ കല എങ്ങനെയാന്ന്? ക്ഷേത്ര നിർമ്മാണം ഇന്ത്യയിൽ പുരാതന കാലം മുതലേ നിലനിന്നിരുന്നു. ക്ഷേത്രവാസ്തു ശില്പകല തരത്തിലായിരുന്നു. നഗരവാസന ശൈലികൾക്ക് പുറമെ ഉത്തരേന്ത്യയിൽ ദ്രാവിഡ ശൈലി ദക്ഷിണേന്ത്യയിലും നിലനിന്നിരുന്നു. അപ്പൊ എന്താ പറയാ? നഗരവാസന ശൈലികൾക്ക് പുറമെ ഉത്തരേന്ത്യയിലും ദ്രാവിഡ ശൈലി ദക്ഷിണേന്ത്യയിലും നിലനിന്നു. ഭീമാകാരമായ മണ്ഡപങ്ങൾ ദ്രാവിഡ വാസ്തുശില്പങ്ങളുടെ പ്രധാന സവിശേഷതയാണ്. പല്ലവന്മാരാണ് ദ്രാവിഡ വാസ്തുശില്പ വൈദഗ്ധ്യം ആദ്യം തെളിയിച്ചത്. മഹാബലിപുരത്തെ ക്ഷേത്രങ്ങൾ അവരുടെ വാസ്തുശില്പകലാ വൈദഗ്ധ്യത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. എന്നാൽ ദ്രാവിഡ ശൈലിയിൽ ഏറ്റവും അധികം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് ആരാണ്? ചോളന്മാരാണ്. അപ്പൊ എന്താ പറയാ? പല്ലവന്മാരാണ് ദ്രാവിഡ വാസ്തു ശില്പകലയിൽ വൈദഗ്ധ്യം ആദ്യം തെളിയിച്ചത്. അതുപോലെ മഹാബലിപുരത്തെ ക്ഷേത്രം അവരുടെ വാസ്തുശില്പകലാ വൈദഗ്ധ്യത്തിന് ഏറ്റവും ഉദാഹരണമാണ് കേട്ടോ. ഇതാണ് മഹാബലിപുരത്തെ രഥക്ഷേത്രം. അതുപോലെ ദ്രാവിഡ ശൈലിയിൽ ഏറ്റവും അധികം ക്ഷേത്രങ്ങൾ നിർമ്മിച്ച ചോളന്മാരായിരുന്നു. തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു. മധുര മീനാക്ഷി ക്ഷേത്രം, ശ്രീരംഗ ക്ഷേത്രം തുടങ്ങിയവ പാണ്ഡ്യന്മാരുടെ അക്കാലത്തെ പ്രശസ്തമായ നിർമ്മിതികളായിരുന്നു. ഇനി ദ്രാവിഡ വാസ്തുശില്പകലയിൽ തീർത്ഥക്ഷേത്രങ്ങൾക്ക് പ്രധാനമായ ശ്രീകോവിൽ, വിമാനം, അതുപോലെ ശിഖരം, മണ്ഡപം, പ്രദക്ഷിണപഥം എന്നിവയുണ്ടായിരുന്നു. എന്തൊക്കെയാ പറയുന്ന? ദ്രാവിഡ വാസ്തുശില്പകലയിൽ തീർത്ഥക്ഷേത്രങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു? ശ്രീകോവിൽ അറിയപ്പെട്ട പേരെന്താ? ഗർഭഗൃഹം എന്നായിരുന്നു. ഗർഭഗൃഹം എന്ന്. അതുപോലെ വിമാന ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം, അതുപോലെ ശിഖരം വിമാനത്തിന്റെ മുകളറ്റം, അതുപോലെ മണ്ഡപം, പ്രദക്ഷിണപഥം എന്നിവ ഉണ്ടായിരുന്നു. ഭീമാകാരങ്ങളായ പ്രവേശന കവാടങ്ങൾ, ഉയർന്ന ഗോപുരങ്ങള്, അലങ്കാരമായി കുത്തിവെച്ച ആനകൾ, കുതിരകൾ, വ്യാളിമൂങ്ങൾ എന്നിവയും ദ്രാവിഡ ശൈലിയുടെ സവിശേഷതകളാണ്. ഈ ക്ഷേത്രങ്ങളിലെ ചുവരുകളിൽ അസാമാന്യ വൈദഗ്ധ്യത്തോടെ ഇതിഹാസ പുരാണങ്ങളിലെ കഥകളും ഉണ്ട്. ഇനി മഹാബലിപുരത്തെ കുറിച്ചാ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ക്ഷേത്രങ്ങളും കല്ലിൽ കൊത്തിയ ചിത്രങ്ങളും കാണാവുന്നതാണ്. തമിഴ്നാട്ടിലെ മഹാബലിപുരത്താണ്. എന്താ പറയുന്നത്? ക്ഷേത്രങ്ങളും കല്ലിൽ കൊത്തിയ ചിത്രങ്ങളൊക്കെ കാണുന്ന എവിടെയാണ്? മഹാബലിപുരത്താണ്. മാമല്ലപുരം എന്നുകൂടി അറിയപ്പെട്ട മഹാബലിപുരം ബംഗാൾ ഉൾക്കടലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെ സ്ഥിതി ചെയ്യുന്നത്? ബംഗാൾ ഉൾക്കടലിന്റെ തീരത്താണ്. ഒറ്റക്കല്ലുകളിൽ തീർത്ത പഞ്ചപാണ്ഡവന്മാരെ സൂചിപ്പിക്കുന്ന 5 രഥക്ഷേത്രങ്ങളും കടൽ തീരത്ത് നിർമ്മിച്ച ഷോർ ടെമ്പിൾ, ഇതാണ് കേട്ടോ ഷോർ ടെമ്പിൾ. അതിന്റെ കടൽ തീരത്ത് സ്ഥാപിച്ച ഷോർ ടെമ്പിളും പല്ലവരുടെ വാസ്തുശില്പങ്ങളുടെ മികച്ച ഉദാഹരണമാണ്. പാറയിലെ കൊത്തുപണിയായ അർജുന തപസ്, എന്താ പറയില്ല? പാറയിലെ കൊത്തുപണിയായ അർജുന തപസ്, അതുപോലെ മഹിഷാസുര ദർശനം എന്നിവയൊക്കെ പല്ലവ കലയുടെ മറ്റു ഉദാഹരണങ്ങളാണ്. ഏതൊക്കെയാണ് പല്ലവ കല എന്ന് പറയുന്ന? അർജുന തപസ്സും അതുപോലെ തന്നെ മഹിഷാസുരമർദ്ദവും. അതുപോലെ യുനെസ്കോ പൈതൃക നഗരമായി മഹാബലിപുരത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ
സി 6-ാം നൂറ്റാണ്ടിൽ നടന്ന കുറെ ക്ഷേത്രകലകള്, അവരുടെ ഭരണങ്ങള്, ഭൂമിദാനം എന്താണ്, ബ്രഹ്മസ് എന്താണ്, ധനുസ് ഇതൊക്കെയാണ് കേട്ടോ ഈ ചാപ്റ്ററിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ചാപ്റ്റർ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കേൾക്കുക, സ്പീഡിലിട്ട് കേൾക്കുക. പിന്നെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ താഴെ രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കെ, താങ്ക് യു.